തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. സദൃശവാക്യങ്ങൾ 22:6. ശിക്ഷണം കുറഞ്ഞു പോയതുകൊണ്ട് നമ്മുടെ തലമുറ എവിടെ എത്തി നിൽക്കുന്നുവെന്ന് നാം ചിന്തിക്കണം. ഇന്ന് ടെക്നോളജിയുടെ അമിത ഉപയോഗം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റം നാം കാണാതെ പോകരുത്. മാതാപിതാക്കളെ അനുസരിക്കാതെ, ദൈവഭയമില്ലാതെ, പിടിവാശിക്കാരായി മദ്യത്തിനും മയക്കുമരുന്നിനും അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ചില കുഞ്ഞുങ്ങളെങ്കിലും അടിമകളായി പൈശാചികന്റെ കരാളഹസ്തത്തിൽപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നാം ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചു പോയി. സദൃശവാക്യങ്ങൾ 29:15-17 വാക്യങ്ങളിൽ പറയുന്നു, വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു, തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. നിന്റെ മകനെ ശിക്ഷിക്ക, അവൻ നിനക്ക് ആശ്വാസമായിരിക്കും. ആവർത്തന പുസ്തകം 21:18-21 വാക്യങ്ങളിൽ പറയുന്നത്, മാതാപിതാക്കന്മാർ ശാസിച്ചാലും അനുസരിക്കാത്ത മക്കളെ പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുത്ത് കൊണ്ടുപോയി അവന്റെ കുറ്റം ബോധിപ്പിച്ച് അവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നായിരുന്നു. എന്നാൽ സദൃശവാക്യങ്ങൾ 23:13-14 വാക്യങ്ങളിൽ പറയുന്നു, ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടി കൊണ്ടടിച്ചാൽ അവൻ ചത്തുപോകയില്ല, അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്നും വിടുവിക്കുമെന്ന്. അതുകൊണ്ട് മക്കളെ അവരുടെ തെറ്റ് ബോധ്യപ്പെടുത്തത്തക്കണം അവരെ സൗമ്യതയോടെ ശിക്ഷിക്കുവാൻ ഇടയാകണം. 13 മുതൽ 19 വരെയുള്ള കൗമാരപ്രായം മാതാപിതാക്കൾക്ക് ഏറ്റവും തലവേദന ഉണ്ടാക്കുന്ന കാലയളവാണ്. വീട്ടിൽ നിന്ന് അകലം വെച്ച് കൂട്ടുകാരിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഈ പ്രായത്തിൽ പിടിക്കരുത്, തൊടരുത് എന്ന ഉപദേശം അവർ ഇഷ്ടപ്പെടുകയില്ല. അവരെ സ്നേഹിക്കുന്നു എന്ന് തോന്നത്തക്കവണ്ണമുള്ള ഇടപെടൽ മാതാപിതാക്കളിൽ നിന്നുണ്ടാവണം. നമ്മൾ അവർക്ക് നല്ല കേൾവിക്കാരായി ശാന്തമായി തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുക്കുന്നവരാകണം. നമുക്കൊന്നിനും സമയമില്ലാത്തത് കൊണ്ടാണ് അവർ സമയമുള്ളവരെ, അവരെ മനസ്സിലാക്കുന്നു എന്ന് തോന്നുന്നവരെ തേടി പോകുന്നത്. അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴിക്കണം. കണ്ണുനീരിന്റെ മക്കൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല. കൗമാരക്കാരായ കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണമെന്ന് അല്പമായി ചിന്തിക്കാം. 1. ദീർഘക്ഷമ, സൗമ്യത, ഇന്ദ്രജയം എന്നിവ നമുക്കുണ്ടായി നാം നല്ല മാതൃക കാട്ടണം. 2. അരോസരപ്പെടുത്തുന്നത് നിർത്തണം. അവരെ കോപിപ്പിക്കാതെ പത്യോപദേശത്തിൽ പോറ്റി വളർത്തണമെന്ന് എഫെസ്യ ലേഖനം 6:4 പറയുന്നു. 3. അവർക്ക് ഇഷ്ടപ്പെടില്ല എങ്കിലും സൗമ്യമായി ഉപദേശിക്കണം. കുത്തുവാക്കുകൾ പറഞ്ഞ് മുറിപ്പെടുത്തരുത്. 4. വളർന്നു വരുന്ന വ്യക്തിത്വത്തെ മാനിക്കണം. കുടുംബകാര്യങ്ങളിൽ അവരെയും പങ്കെടുപ്പിച്ച് ഉത്തരവാദിത്വം ഏൽപ്പിക്കണം. 5. കുടുംബ പ്രാർത്ഥനയിൽ പങ്കാളികളാക്കണം. ദൈവവചനത്തിൽ ഉറപ്പിക്കണം. 6. പെരുമാറ്റ മര്യാദ വീടിനകത്തും പുറത്തും പരിശീലിപ്പിക്കണം. 7. മക്കളെ വിശ്വസിക്കണം. ഈ വിധത്തിലുള്ള പരിപാലനം ഒരു പരിധി വരെയെങ്കിലും അവരെ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.